ഹലോ, ഗുഡ് ഈവനിങ് സർ. ഞാൻ രമ്യയാണ്. ഇന്നെനിക്ക് ഒ ഇ ടിയുടെ എക്സാം ഉണ്ടായിരുന്നു. എനിക്ക് റൈറ്റിംഗ് നല്ല രീതിയിൽ എഴുതാൻ പറ്റി സാറേ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം സാറ് റൈറ്റിങ്ങിനകത്തെ കോർ സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ, എനിക്കത് പ്രകാരം ഇന്ന് നന്നായിട്ട് എഴുതാൻ പറ്റി. ഇന്നത്തെ ലെറ്റർ എനിക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. പിന്നെ അതിനകത്ത് ഇന്ന് വന്നത് ഒരു നോൺ കേസായിരുന്നു. ടൈപ്പ് 1 ഡയബറ്റീസ്, ഒരു 5 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ, അതായിരുന്നു കേസ് നോട്ടായിട്ട് വന്നത്. അന്നേരം എനിക്ക് അതിനകത്ത് എന്തൊക്കെ എഴുതണം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആ ലെറ്റർ കണ്ടപ്പം തന്നെ എനിക്കത് അതിൻ്റെ ഒരു ഐഡിയാസ് കിട്ടി കേട്ടോ. അത് ഒത്തിരി താങ്ക്സ് കേട്ടോ. സാറ് പറഞ്ഞു തന്ന കോർ സ്ട്രാറ്റജി പ്രകാരമാണ് ഞാനിന്ന് ആ ലെറ്റർ എഴുതിയത് കേട്ടോ. പിന്നെ അതുപോലെ സ്പീക്കിങ്ങും എനിക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. കോൺഫിഡൻസ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. കാരണം എനിക്കങ്ങനെ സ്പീക്കിംഗ് ഒന്നും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ആളല്ല. പക്ഷേ ഇന്ന് എനിക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റി, അതും അറ്റൻഡ് ചെയ്യാൻ പറ്റി. എൻ്റെ റിസൾട്ടൊന്നും വന്നില്ല, പക്ഷേ എന്നാലും ഇന്നത്തെ എക്സാം എനിക്ക് നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ സാറ് പറയുമല്ലോ, റീഡിങ്ങും ലിസണിങ്ങും അതും അത്ര എളുപ്പമുള്ളതല്ല, അതും തള്ളിക്കളയരുത്. പക്ഷേ അതിനകത്ത് ആ സാറ് പറയുന്ന ആ സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്തു. അന്നേരം എനിക്ക് റീഡിങ്ങും ലിസണിങ്ങും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. എന്തായാലും ഒത്തിരി താങ്ക് യു കേട്ടോ. കാരണം ഇന്നെനിക്ക് എൻ്റെ റിസൾട്ടൊന്നും വന്നില്ല, എങ്കിലും ഞാൻ നല്ല രീതിയിൽ എനിക്ക് 4 മോഡ്യൂളും അപ്പിയർ ആകാൻ പറ്റി. അതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു.